നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന മഹാവിപത്തിനെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വർഷ വിദ്യാധരനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ലഹരിയോടുള്ള ആസക്തി എന്നത് ഒരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ മാനസികാവസ്ഥയോ ആണോ? ഒരു വ്യക്തിക്ക് എപ്പോഴാണ് ലഹരി അടിമപ്പെട്ടു എന്ന് പറയുന്നത്? നമ്മൾ ഈ ആസക്തി എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ തന്നെ ലഹരിക്കും വളരെ പ്രസക്തമായ ഒരു ലക്ഷണമായിട്ടാണ് പറയാ. അതായത് അതിനൊരു മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക അവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയുന്നതിന്റെ പല ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതായത് ആ വ്യക്തിക്ക് ലഹരി സാധനം ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളിൽ വരുന്നു. ഒരു പക്ഷെ ആ സാധനം ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് അതിൽ നിന്നുള്ള സന്തോഷമൊക്കെ ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഇയാൾക്ക് ഇത് ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ. അപ്പോ ഈ അഡിക്ഷൻ അഥവാ അടിമത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ലഹരി സാധനങ്ങൾ എത്തുമ്പോ പലപ്പോഴും ഈ ആസക്തി അഥവാ ക്രേവിംഗ് ഒരു കോമൺ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതിപ്പോ മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരികളിലും, അതേപോലെ ചിലപ്പോൾ നമുക്ക് സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ അഡിക്ഷൻ ആവാറുണ്ട്. അവിടെയും ഈ ആസക്തി ഒരു വില്ലനാവാറുണ്ട്. വ്യക്തമാണ്. ലഹരി ഉപയോഗത്തിന്റെ വിപത്തുകൾ, അപകടങ്ങളൊക്കെ എന്തൊക്കെയാണ്? ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യം തകർക്കുന്നത് എങ്ങനെയാണ്? ഏത് ലഹരിയാണെങ്കിലും അത് എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും ആരോഗ്യത്തിന് അഥവാ മനസ്സിനും ശരീരത്തിനും നല്ലതല്ല. നമ്മളിപ്പോ വളരെ പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിരുന്നു ചെറിയ അളവിൽ മദ്യം നല്ലതാണ് എന്നൊക്കെ. പക്ഷെ അതിനുശേഷം വന്ന എല്ലാ പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് ഏത് ലഹരിയാണെങ്കിലും എത്ര കുറഞ്ഞ അളവാണെങ്കിലും അത് ശരീരത്തിനും മനസ്സിനും ദോഷാണ്. അപ്പൊ ഏത് ലഹരിയാണ് എന്നതിനനുസരിച്ചിരിക്കും ശരീരത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ മദ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഒന്ന് കരളാണെങ്കിൽ, നമ്മള് ഹാൻഡ്സ്, നിക്കോട്ടിൻ, അതേപോലെ സ്മോക്ക് ഇല്ലാത്ത ടൊബാക്കോ വകഭേദങ്ങളാകുമ്പോൾ നേരിട്ട് കോണ്ടാക്ട് വരുന്ന വായ്ഭാഗങ്ങൾ, അതേപോലെ ലങ്സിലേക്ക് എത്തുമ്പോൾ ലങ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോ ഏത് ലഹരിയിലാണ് പ്രശ്നം വരുന്നത് ശരീരഭാഗം എന്ന് തീരുമാനിക്കുന്നത് അതേത് ലഹരിയാണ്, ഏത് റൂട്ടിലൂടെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. എന്തു പറഞ്ഞാലും ശരീരത്തിലെ എല്ലാ അവയവത്തിനും ഇൻക്ലൂഡിങ് ക്യാൻസർ റിസ്കുകൾ സാധാരണ ഇത് ഉപയോഗിക്കാത്ത വ്യക്തിയേക്കാൾ വളരെയധികം കൂടുന്നു എന്നതൊരു സത്യമാണ്. ഇനി മനസ്സിന്റെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഈ ലഹരി സാധനങ്ങൾ നമ്മുടെ ചിന്തയെ, പെരുമാറ്റത്തെ, നമ്മുടെ ഫീലിങ്സിനെ, ദൈനംദിന വർക്കുകൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയും, ഉറക്കം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും, ആ വ്യക്തിയുടെ ജോലി, അയാൾ മറ്റുള്ളവരോട് ഇടപഴകുന്നത്, ഇങ്ങനെ എല്ലാ മേഖലയിലും മാനസികമായിട്ടും ഇയാളെ ബാധിക്കുന്നു. അപ്പോ ശരീരത്തിനും മനസ്സിനും ഏതൊക്കെ ലഹരിയാണെങ്കിലും ദോഷാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യവും ഏത് ലഹരി സാധനം എന്നതിന് അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോ ചില ആളുകളെ, ഇപ്പൊ നമ്മൾ ഈ രാസലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ വളരെ ചെറിയ ഡോസിൽ വളരെ കുറഞ്ഞ സമയത്ത് ഉപയോഗിച്ചിട്ട് പോലും ഇപ്പോ ആ വ്യക്തിക്ക് ഒരു മാനസിക പ്രശ്നം വരാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ ഇത് ട്രിഗർ ചെയ്യുന്നതായിട്ടും പിന്നീട് അതിന്റെ പ്രശ്നങ്ങൾ കുറച്ചധിക കാലത്തേക്ക് തുടരുന്നതായിട്ടും കാണാറുണ്ട്. അല്ല, ഉദാഹരണം പറഞ്ഞാൽ മദ്യാണെന്ന് കരുതുക. നമ്മള് ശരീരത്തില് ഇത് മെറ്റബോളൈസ് ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിച്ചു പോകുന്നത് കരളിലൂടെയാണ്. അപ്പോ ഈ കരളിന് താങ്ങാവുന്ന ലോഡിന്റെ മുകളിൽ സ്ഥിരമായി ഈ കാര്യം എത്തുമ്പം ഈ ലഹരി സാധനങ്ങൾക്ക് ഒരു അഡിക്ഷൻ അഥവാ അടിമത്തം വരുന്ന ഘട്ടത്തിൽ എത്തുമ്പോ നമുക്ക് ശരീരത്തിലെ എല്ലാ മെയിൻ അവയവങ്ങൾ, അത് വയറാകട്ടെ, കരളാകട്ടെ, അല്ലെങ്കിൽ ഹാർട്ട് ആകട്ടെ, പാൻക്രിയാസ് ആകട്ടെ, ഈ അവയവങ്ങൾക്കും ബാധിക്കുന്നു. ഇനിയിപ്പം നമ്മൾ പുക വലിക്കുന്നു എന്ന് വിചാരിക്കുക, സ്മോക്ക് ഉള്ള ടൊബാക്കോ ഫോമുകളാണെങ്കിൽ ഇത് ലങ്സ് ഉൾപ്പെടെ നമ്മുടെ നാഡീ വ്യവസ്ഥകൾക്കും ഒക്കെ ഡാമേജ് ഉണ്ടാക്കും.
അപ്പോ ഏത് സാധനം എന്നതും എത്ര അളവ് ഉപയോഗിക്കുന്നു എന്നതും എത്ര കാലം ഉപയോഗിക്കുന്നതും എന്നത് വെച്ചിട്ട് ദീർഘകാല പ്രശ്നങ്ങൾ കൂടുന്നതായിട്ട് കാണാം. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ പ്രധാനമായും ലഹരിയോടുള്ള ആസക്തി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറികടക്കാൻ സാധിക്കുക? എന്താണ് ഇതിനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമ്മളിപ്പം ഒരുപാട് ഇപ്പൊ ഈ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും തന്നെ ഇതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കുന്നു. സോഷ്യൽ മീഡിയയില്, ന്യൂസ് പേപ്പറില് ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നു. അപ്പോ മൂന്ന് തരത്തിലാണ് നമുക്ക് ഇതിനെ നോക്കി കാണാൻ സാധിക്കുക. ഒന്ന്, നമുക്ക് ഡിമാൻഡ് റിഡക്ഷൻ, അതേപോലെ ഹാം റിഡക്ഷൻ എന്ന് പറയും. ഈ രണ്ട് മേഖലയിലാണ് ഞങ്ങൾ ഈ സൈക്കാട്രി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ മേഖലയിൽ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് സ്ഥിരമായ ചികിത്സയും കൗൺസിലിംഗ് ഹെൽപ്പും കൊടുത്ത് നമുക്ക് ഇതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇത് മറികടക്കാൻ പറ്റുക. ഇനി നമ്മുടെ ജനറൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സപ്ലൈ കുറയ്ക്കുന്ന അവസ്ഥയും ഇതിൽ തുല്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, ഗവൺമെന്റ് ആകട്ടെ, ഇതിലെ പ്രോജക്റ്റുകൾ ധാരാളമായി കൊണ്ടുവരുന്നതിന്റെ റീസൺ അതാണ്. അപ്പോ മറികടക്കുക എന്ന് പറയുന്നത് ഒരു വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യം ആയിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും. അത് ഏത് സാധനം, എത്ര ലഹരികൾ, ഏതൊക്കെ അവസ്ഥയിൽ, എത്ര അളവിൽ, എത്ര തുടർച്ചയായി, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഏത് ലഹരി സാധനം എത്ര കാലത്തേക്ക് എങ്ങനെ ഏത് അളവിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ അതിനോട് എത്രമാത്രം അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകൾക്ക് പ്രൈമറി അഡിക്ഷൻ ഉണ്ടാവും, അതായത് ലഹരി സാധനങ്ങളാണ് അവരുടെ മെയിൻ പ്രശ്നം. ചിലർക്ക് സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും പലവിധ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ വിഷാദമാവാം, അല്ലെങ്കിൽ ലൈഫിലെ പ്രശ്നങ്ങളാകാം, പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ആരോഗ്യമില്ലാത്ത ഇതുപോലെ അൺഹെൽത്തി കോപ്പിംഗ് ടെക്നിക്കുകൾ എന്ന് പറയും. അതായത് പ്രശ്നം വന്നാൽ ഞാൻ എങ്ങനെയാണോ നേരിടേണ്ടത് അതിൽ നിന്ന് വിട്ട് അൺഹെൽത്തി ആയിട്ട് ആരോഗ്യം കുറഞ്ഞ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ പോകുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഈ പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ അനുബന്ധിയായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ, അതോ ഈ വ്യക്തിക്ക് അഡിക്ഷൻ മാത്രമാണോ പ്രശ്നം? അയാളുടെ വീട്, ചുറ്റുപാട്, സാഹചര്യം, അയാളുടെ സപ്പോർട്ട് സിസ്റ്റം, അയാളുടെ ജനിതകപരമായ പ്രത്യേകതകൾ, ഇങ്ങനെ ഓരോന്നും അറിഞ്ഞാണ് അയാൾക്ക് എത്രമാത്രം ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ അതിനനുസരിച്ചാണ് ഇവർക്ക് സപ്പോർട്ട് സിസ്റ്റവും കെയറും ട്രീറ്റ്മെന്റും നമ്മൾ കൊടുക്കുന്നത്. ശരി ഡോക്ടർ, ലഹരിയെ എങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രതിരോധിക്കാൻ കഴിയുക? ഇതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ സമൂഹവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പലപ്പോഴും ഏറ്റവും തുടക്കത്തിൽ നമ്മൾ മദ്യം അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ കഞ്ചാവ് ഇതിനെ പറ്റിയൊക്കെയാണ് അഡിക്ഷനും പ്രശ്നങ്ങളുമായിട്ട് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോ നിലവില് നമുക്കറിയാം ഒരുപാട് അഡിക്ഷൻ സാധ്യതയുള്ള ലഹരി സാധനങ്ങളുണ്ട്. അത് മെത്താംഫെറ്റമിനുകളാവട്ടെ, LSD ആകട്ടെ, കൊക്കെയിൻ ആവട്ടെ, ഒപ്പിയോയിഡ്സ് ആകട്ടെ, അതേപോലെ തന്നെ ഞങ്ങളുടെ തന്നെ സൈക്കോട്രോപിക് മരുന്നുകൾ ഓവർ ദ കൗണ്ടർ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എഴുതുന്നതാവട്ടെ, പാർട്ടി ഡ്രഗുകളാവട്ടെ, ഇങ്ങനെ ഒരുപാട് ലഹരി സാധനങ്ങൾ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. പലപ്പോഴും നമ്മൾ കുട്ടികളിൽ അന്നും ഇന്നും, അതായത് മുൻകാലവും ഇപ്പോഴും തമ്മിൽ കാണുന്ന ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, കുട്ടികൾ ഈ സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്ന വയസ്സ് ആദ്യത്തേതിനേക്കാൾ ഒരു പക്ഷേ 13 വയസ്സ് 14 വയസ്സ് ആ യൂസ് ചെയ്യുന്ന പാറ്റേൺ കുറെ കൂടി നേരത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ മുന്നേ നമ്മൾ മെയിൻ സെക്സ് ആണുങ്ങളിൽ കൂടുതലായി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ ആൺപെൺ വ്യത്യാസമില്ലാതെ ഉപയോഗ രീതി പലപ്പോഴും വീക്കെൻഡുകളിൽ പാർട്ടി, റിക്രിയേഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഇതെന്താണ് ഒരു കംഫർട്ട്, റിലാക്സേഷൻ, പ്ലഷർ, സന്തോഷം, ഇങ്ങനെയുള്ള ലെവലിലൊക്കെ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നതായി കാണുന്നു. അപ്പോ ഈ സാധനങ്ങളൊക്കെ ഒരു പക്ഷെ ചില ആളുകൾക്ക് സോഷ്യൽ യൂസിൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും.
പക്ഷേ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും, ആര് അഡിക്ഷനിലേക്ക് പോകും എന്നത് അവരെ മനസ്സിനും ശരീരത്തിനും ചുറ്റുപാടിനും അവസ്ഥയ്ക്കും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോ ഈ വ്യക്തിക്ക് ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കണം എങ്കിൽ അയാളുടെ ഉപയോഗ രീതി തൊട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ കുട്ടിക്കാലം തൊട്ട് തന്നെ നമുക്കറിയാം, നമുക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോ സാധാരണ നമുക്കൊക്കെ സന്തോഷം, ഇപ്പൊ ചില ആളുകൾക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, ചിലർക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അപ്പൊ സന്തോഷത്തിന്റെ, ആനന്ദത്തിൻ്റെതായ ബ്രെയിൻ, മസ്തിഷ്ക സംബന്ധമായ സർക്യൂട്ടുകൾ നമുക്കത് മനസ്സിലാക്കി തരുന്നത് കൊണ്ടാണ് നമ്മൾ അത് അതേ പ്രവൃത്തി, ഇപ്പൊ ഒരു തവണ ചിക്കൻ ബിരിയാണി കഴിച്ച് നമ്മൾ ഹാപ്പി ആകുന്നു എന്ന് കണ്ടാൽ പിന്നീടൊരു അവസരത്തിൽ നമ്മൾ അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ നോർമലായി നമുക്ക് സന്തോഷം തരുന്ന സർക്യൂട്ടുകളെ തട്ടിയെടുക്കുക അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുക എന്ന പ്രക്രിയയാണ് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പൊ രാസലഹരി ആകട്ടെ, അല്ലെങ്കിൽ സാധാരണ ലഹരി സാധനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ബിഹേവിയറൽ അഡിക്ഷൻസ് എന്ന് പറയും, പെരുമാറ്റങ്ങൾ അഡിക്ഷൻ ആകുന്ന ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ, അതേപോലെ ഗാമ്പിൾ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അഡിക്ഷൻ ആകുന്ന അവസ്ഥയാവട്ടെ, അവർക്ക് നാച്ചുറലായി സന്തോഷം കിട്ടുന്ന സാഹചര്യങ്ങൾ കൂടുതൽ ഒരുക്കി കൊടുക്കുക എന്നതാണ് മാതാപിതാക്കൾ. അപ്പോ ഔട്ട്ഡോറിൽ അവർക്ക് കളിക്കാൻ, മിണ്ടാൻ, ഇടപഴകാൻ, വായിക്കാൻ, പിന്നെ ഓരോ വീടുകളിലും നമുക്ക് മാനസികമായി കുഞ്ഞുങ്ങളോട് ഒരു അടുപ്പമുള്ള രീതിയിൽ കണക്ട് ചെയ്യാനും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള കുറച്ചൊരു സമയവും സാവകാശവും നമ്മൾ പാരന്റ്സും കൊടുക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ അതേപോലെ അക്കാഡമിക് പഠനങ്ങളോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് വന്നാൽ നേരിടാനുള്ള ലൈഫ് സ്കിൽസ്, പ്രശ്നത്തിനെ ബാധിക്കുമ്പോൾ അത് നേരിടാനുള്ള ഹെൽത്തി റിസീലിയൻസ് സ്കിൽസ്, ഇതെല്ലാം നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും വേണം. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരെ നേരത്തെ കാലത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ നമുക്ക് ഈ വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, അതേപോലെ സൊസൈറ്റി ആകട്ടെ ഒരു ലീഡ് റോൾ എടുക്കണം. ഇതുപോലെ തന്നെ സപ്ലൈ റിഡ്യൂസ് ചെയ്യുന്നതും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമുക്ക് പേയാട് നിന്നും ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ചോദിച്ചോളൂ. വർഷ മാഡം നമസ്തേ. ഹലോ, പറഞ്ഞോളൂ. മാഡം, ഇന്നെന്താന്ന് വെച്ചാൽ ലഹരി വിരുദ്ധ ദിനം കൂടിയാണല്ലോ. അപ്പോൾ ഏതായാലും കൈരളി ടിവിയും മാഡം ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിൽ അഭിനന്ദനങ്ങളാണ്. അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾ ധാരാളമായിട്ടെന്ന് വെച്ചാൽ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് രക്ഷകർത്താക്കൾ എന്ത് ചെയ്യണം? മാത്രമല്ല മാഡം, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവജനങ്ങളാണ് വഴിതെറ്റി പോകുന്നത്. ഇന്നിപ്പോ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അവര് ഈ ലഹരിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ട് 18 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ള യുവജനങ്ങളെല്ലാം ജയിലുകളിൽ നിറഞ്ഞു കഴിഞ്ഞു മാഡം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷകർത്താക്കൾ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചിട്ടുള്ളത്. ചോദ്യത്തിന് വളരെയധികം നന്ദി. നമ്മളെല്ലാവരും തന്നെ വളരെയധികം കുട്ടികളുടെ അല്ലെങ്കിൽ കൗമാരക്കാരുടെ ഭാവിയെ കുറിച്ച് ആശങ്കയുള്ളവര് തന്നെയാണ്. അപ്പോ ഓരോ കുടുംബത്തിൽ നിന്നും നമുക്ക് ഇതിലേക്കുള്ള പ്രതിരോധ നടപടികൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലെപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ സൈക്കോളജി സംസാരിക്കുമ്പോൾ പറയും, കൗമാരക്കാരെ സൈക്കോളജി സംസാരിക്കുമ്പോൾ പറയും, കണക്ട് ചെയ്തിട്ട് അവരെ കറക്റ്റ് ചെയ്യുക എന്ന്. അതായത് അവരുമായിട്ടൊരു ആശയവിനിമയം, അവരെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, അവരനുഭവിക്കുന്ന, നമ്മൾ പലപ്പോഴും വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് സമ്മർദ്ദം ഇല്ലല്ലോ, അവർക്ക് എല്ലാ കാര്യങ്ങളും നടന്ന് കാണുന്നുണ്ടല്ലോ, പക്ഷെ അവരുടെ ഉള്ളിലും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. അപ്പൊ അവരെ കേൾക്കാൻ, അവരെ അറിയാൻ, അതിനാണ് നമ്മൾ ഈ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് സമയം കുറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുമോ എന്ന് ഭയപ്പെട്ട് കോൺസ്റ്റന്റ്ലി കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണാറുണ്ട്. അങ്ങനെ വരുമ്പം കുഞ്ഞുങ്ങൾ മനസ്സ് തുറക്കാൻ, അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സ് പറഞ്ഞ ഒരു കാര്യത്തിനോട് നോ പറയാൻ പറ്റാത്തത്, അവരെ ലൈഫിൽ പ്രധാനമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കാതെ വരും. നമ്മൾ കുഞ്ഞുമായിട്ട് ഒരു അടുപ്പം വെക്കുകയും അവരെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അപകട സൂചനകൾ വരുന്നുണ്ടെങ്കിൽ അത് ഇടപെടാനുള്ള ഒരു ജാഗ്രത കാണിക്കുകയും, ഇതാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടുന്ന പ്രധാന കാര്യം.
എന്നാലും ഒരു പാനിക്കായി കുഞ്ഞുങ്ങളുടെ എല്ലാ ചലനത്തിനെയും പേടിച്ച് എല്ലാത്തിലും ഇടപെട്ട് ഒരു ഓവർ കൺട്രോളിങ്ങിന്റെ റൂട്ടിലേക്ക് പോയാലും നമുക്ക് ഗുണം കിട്ടില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് റൂട്ടിലെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇനിയിപ്പോ ഒരു 20 കൊല്ലം പിന്നാക്കം പോയി സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയും നെറ്റ്വർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉള്ള ഈ കാലത്ത് ഇതിന് സന്നദ്ധരായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ ഓരോ മാതാപിതാക്കളും സന്നദ്ധരായി, ജാഗരൂകരായി, സ്നേഹത്തോടു കൂടി മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലത്ത് കോൺഷ്യസ് പാരന്റിങ്, ജെന്റിൽ പാരന്റിങ് ഇത്തരം വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരെ എങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? ഇവിടെയും നമ്മൾ ഏത് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് വ്യത്യാസം വരും. പൊതുവായി പറഞ്ഞാൽ ഏത് ലഹരി സാധനങ്ങളും തുടർച്ചയായി ചെല്ലുന്നതിനനുസരിച്ച് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ദിനചര്യകളിലും വ്യത്യാസം വരും. അപ്പൊ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുക എന്നതായിരിക്കും അവരെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. അവര് ചെയ്യേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ അവര് സാധാരണഗതിയിൽ ഒഴിവാക്കി തുടങ്ങും. ഈ ലഹരി സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് അപകടം വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. പ്രത്യാഘാതങ്ങൾ സഹിക്കാൻ പറ്റാത്തതിലായിട്ട് പോലും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോ ഇത്തരം അടിമത്വം, അഡിക്ഷനിലേക്ക് പോകുന്ന, ഡിപ്പെൻഡൻസിലേക്ക് പോകുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇടപെടുക എന്നുള്ളതാ. പിന്നെ ഏത് ലഹരി സാധനമാണ്, ഉദാഹരണം പറഞ്ഞാൽ നിക്കോട്ടിൻ ഉണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ട്, അല്ലെങ്കിൽ കന്നാബിസ്, കഞ്ചാവ് ഉണ്ട്, അല്ലെങ്കിൽ മെത്താംഫെറ്റമിനുകൾ ഉണ്ട്. ഇതിൽ ഓരോ ലഹരി സാധനത്തിനനുസരിച്ച് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസം വരാം. എന്നാലും പൊതുവായി പറഞ്ഞാൽ ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ, മറ്റുള്ളവരോട് ഇടപഴകുന്നതിൽ, ചെയ്യുന്ന കാര്യങ്ങളിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ സ്ഥിരമായ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ലഹരി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രല്ല അതിന് കാരണമായി അവർക്ക് സാധനങ്ങൾ കിട്ടാനുള്ള ഒരു അവസരവും ചുറ്റുപാടും കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ഇത് നമ്മൾ ചേർത്ത് കൂട്ടി വായിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം. പറഞ്ഞോളൂ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ മദ്യപാനവും കഞ്ചാവും തുടങ്ങിയ അതിന്റെ ലഹരിയെ കുറിച്ച് നമുക്കറിയാം, അത് വളരെ ഹാർഡാണെന്നറിയാം. പക്ഷേ നമുക്ക് ഈ മൂക്കിപ്പൊടി വലി സാധാരണ എല്ലാ ആൾക്കാരിലും, കുറെ അധികം ആൾക്കാരിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത് കോമൺ ആയിട്ട് സുലഭമായിട്ട് കിട്ടുന്ന കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റുള്ള കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം അത് ജീവിതത്തിൽ ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ മൂക്കിപ്പൊടി വലി എങ്ങനെയാണ് നമ്മളുടെ അത് ഒരു ലഹരി തന്നെയാണല്ലോ. അപ്പൊ അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ ടൊബാക്കോ അല്ലെങ്കിൽ നിക്കോട്ടിൻ വകഭേദങ്ങളിൽ തന്നെ സ്മോക്ക്, പുക ഉണ്ടാക്കുന്നതുണ്ട്, പുകയില്ലാത്തതുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ഹാൻസ്, പാൻ, ഗുഡ്ക, ഖൈനി എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ ഈ മൂക്കുപൊടി ഉൾപ്പെടെയുള്ള സാധനങ്ങളെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നേരിട്ടാണ് ഈ ലഹരി സാധനങ്ങൾക്ക് നമ്മുടെ ബോഡിയിലേക്ക് ആക്സസ് കിട്ടുന്നത്. കാഴ്ചയിൽ വില കുറഞ്ഞതും എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായതുകൊണ്ട് തന്നെ ഇത് വ്യക്തിയുടെ ശരീരത്തിലേക്ക് എത്താൻ വളരെ എളുപ്പവുമാണ്. അപ്പോ ഇത് ആക്സസബിൾ ആകുകയും അവൈലബിൾ ആകുന്നു, കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തുടർന്ന് ഉപയോഗിക്കാൻ വളരെ സാധ്യത കൂടുതലുമാണ്. അപ്പോ ഏതൊരു ലഹരി സാധനം പോലെ തന്നെയും ഇവിടെയും ഇത് അപകടങ്ങൾ സൃഷ്ടിക്കും, സംശയമില്ല. മാത്രല്ല ഓരോ വലിയിലും ഇത് നേരിട്ട് നമ്മുടെ ലങ്സിലേക്കും ശ്വാസകോശ നാളങ്ങളിലേക്കും എത്തുന്നത് കൊണ്ട് ലങ് ഇഞ്ചുറിക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വിജിലന്റ് ആയി നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരെ എങ്ങനെയാണ് ചികിത്സിക്കാൻ സാധിക്കുന്നത്? എങ്ങനെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതാണ് ലഹരി സാധനം, അവരത് ഏത് അളവിൽ ഉപയോഗിക്കുന്നു, അടിമത്വം അഥവാ അഡിക്ഷൻ, ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ, അനുബന്ധമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്,
ഇതിന്റെ മുന്നേ ചികിത്സ എടുത്തിട്ടുണ്ടോ? ചികിത്സയോട് സഹകരിക്കാൻ അവർക്കും വീട്ടുകാർക്കും ഉള്ള സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഇവർ തുടർന്നും ഉപയോഗിക്കുന്നു? ഇങ്ങനെ പലവിധ ചോദ്യങ്ങളുടെ അനാലിസിസിലൂടെയാണ് ഇതിന്റെ ചികിത്സയുടെ പ്രധാന ഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പോ അടിമത്വം, അഡിക്ഷൻ, ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ ആദ്യം ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. ഈ ലഹരി സാധനം ബോഡിയിൽ ഒരു വിഷാംശം നിറച്ചിരിക്കുന്നത് പോലെ അതിന് വിഷവിമുക്തി ചികിത്സ അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. ഈ സാധനം ബോഡിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ആളെ സഹായിക്കുന്ന ചികിത്സ. രണ്ടാം ഘട്ടത്തിൽ ഇനി ഇത് ഉപയോഗിക്കാൻ തോന്നാതിരിക്കാനുള്ള ചികിത്സ. അപ്പൊ ഇതിൽ നമുക്ക് മദ്യത്തിനാവട്ടെ, നിക്കോട്ടിനാവട്ടെ, കന്നാബിസിനാകട്ടെ ഒക്കെ വീണ്ടും ഉപയോഗിക്കാൻ തോന്നാതിരിക്കാനുള്ള സുരക്ഷിതമായ മരുന്നുകളുണ്ട്. ഇതിന്റെ കൂടെ മോട്ടിവേഷൻ തെറാപ്പി എന്ന് പറയും. ആ വ്യക്തിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള മാനസികമായി അയാളുടെ മുന്നൊരുക്കത്തിനുള്ള സൈക്കോ തെറാപ്പി ചികിത്സകൾ, പിന്നെ ഫാമിലിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ, തുടർ ചികിത്സയ്ക്കുള്ള വഴികൾ, കൃത്യമായ ഫോളോ അപ്പ്, ഇങ്ങനെയാണ് ഇത് ഈ ഘട്ടത്തിലൂടെ ചികിത്സ മുന്നേറുന്നത്. പലരും ആദ്യത്തെ ചികിത്സയിലോ രണ്ടാമത്തെ ചികിത്സയിലോ ശരിയാകും, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഈ സൈക്കിളിലേക്ക് കയറുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തുടർ ചികിത്സയ്ക്ക് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ആ വ്യക്തിക്ക് എത്രമാത്രം ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ ഉണ്ട് എന്ന് നോക്കുന്നത് പോലെ തന്നെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ അവസാനമായിട്ട് കുട്ടികളോടും യുവതലമുറയോടും ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? നമുക്കിപ്പോ ഒരു ഭാഗത്തു കൂടെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളും നമ്മുടെ കൗമാരക്കാരും ഈ പ്രശ്നത്തിനെ കുറിച്ച് എത്രമാത്രം ബോധവാന്മാരാണ് എന്നറിയില്ല. കാര്യം പേപ്പറിലൂടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആകട്ടെ, ടിവിയിലൂടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആകട്ടെ, ഇതൊക്കെ അവർ എത്രമാത്രം കാണുന്നു, മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് സ്കൂളില് കുട്ടികളാവട്ടെ, കൗമാരക്കാരാവട്ടെ, അവര് ഫ്രണ്ട്സ് തമ്മിൽ ഒരു ഇഴയടുപ്പുള്ള ആരോഗ്യപരമായ ബന്ധമുണ്ടാകുകയും എന്താണ് തങ്ങളുടെ കൂട്ടുകാരന് സംഭവിക്കുന്നത് എന്നറിയുകയും ലൈഫിലെ പ്രശ്നങ്ങളെ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ലൈഫ് സ്കിൽസ് നേരിടാനും ഇപ്പോ നമുക്ക് പഠനം അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കുമായിരിക്കും. അതിനെ തുറന്ന് സംസാരിക്കാനും ഇത്തരം ലഹരികളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നിയന്ത്രണമോ അല്ലെങ്കിൽ സെൽഫ് കൺട്രോളോ കിട്ടാതെ വരുമ്പോ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ബാധിക്കും എന്ന് കണ്ട് തുടക്കത്തിലെ അതിൽ നിന്ന് മാറി നിൽക്കാനും, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ നമ്മളെ അതിന് നിർബന്ധിക്കുമ്പോൾ കൃത്യമായി ചിട്ടയോടുകൂടി അസേർട്ടീവ് ആയിട്ട് നോ എന്ന് പറയേണ്ടടുത്ത് പറയാനുള്ള കഴിവ് ആർജിക്കാനും. അപ്പോ നമ്മുടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും മാറിയ കാലത്തുനിന്ന് ഇനി 20 or 25 കൊല്ലം മുന്നേയുള്ള പഴയ ലോകത്തിലേക്ക് പോവാൻ പറ്റില്ല. ഈ പ്രസന്റിൽ ജീവിക്കാനുള്ള സ്കിൽ സെറ്റുകൾ ഹെൽത്തിയായി എക്വയർ ചെയ്യുക എന്നുള്ളതാ. അവിടെ പ്രശ്നങ്ങളായി കണ്ട് നേരിടുക എന്നുള്ളതാ. ലഹരി സാധനങ്ങളിൽ നിന്ന് 100% മാറി നിൽക്കുക എന്നുള്ളതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമുക്ക് കായംകുളത്ത് നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സലീം, ചോദിച്ചോളൂ. സാറേ, ഇതുകൊണ്ട് എനിക്ക് മദ്യപാനം ലഹരി ഒരു ഹരമായി മാറിയേക്കുവാണ്. ഇത് വലിയ പ്രയോജനമുണ്ട്. ഹലോ, മദ്യപാനം ലഹരിയായി മാറിയേക്കുവാണ്. അതെ അതെ, പറ്റുമോ? സലീം, ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇത് മനസ്സിലായില്ല. ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? നമുക്ക് ഈ മദ്യപാനം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരികളും വിപത്താണെന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സാ മാർഗത്തിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആ പ്രശ്നത്തിനെ നേരിട്ട് അതിജീവിച്ച് അതിൽ നിന്ന് വിമുക്തി നേടാൻ നമ്മൾ ഓരോ രാജ്യത്തിലെ പൗരനെയും ബോധവൽക്കരിക്കാനാണ് നമ്മൾ ഇത്തരം ദിവസങ്ങൾ ആചരിക്കുന്നത് തന്നെ. അപ്പൊ താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു.
ലോക ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് ലഹരി എന്ന മഹാവിപത്തിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വർഷ വിദ്യാധരനാണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർത്തിയാകുന്നു. നമസ്കാരം.